പെൺകുട്ടിയോള് ഒറ്റക്കാലിൽ മാത്രം കൊലുസിട്ട് നടന്നാൽ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമെന്നാണ് പറയുക. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. പൈറേറ്റ് ആംഗ്ലറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പൈറേറ്റ് ആംഗ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പൈറേറ്റ് സ്റ്റോൺ എന്താണെന്ന് മനസ്സിലാക്കണം. പെയിൽ ബ്രാസ് യെല്ലോ കളറിൽ വരുന്ന പൈറേറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ഫൂൾസ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി അട്രാക്ട് ചെയ്യുമെന്നാണ് വിശ്വാസം. പാദസരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകള് കാലിൽ അണിയുന്ന ആഭരണമാണ് പാദസരം എന്ന് പറയുന്നത്. ഇത് ജോഡിയായിട്ട് വേണം ഇടാൻ. ഒറ്റ ഒരെണ്ണം മാത്രം കാലിലിടുകയാണെങ്കിൽ എനർജിയിൽ ഇംബാലൻസ് വരും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മൂമ്മമാര് നമ്മളെ കാലിൽ ഒരു കൊലുസ് കളഞ്ഞു പോയാൽ തന്നെ ഒറ്റ കൊലുസിട്ട് നടക്കാൻ സമ്മതിക്കില്ല. അവർ പറയും, ഒന്നുകിൽ നിങ്ങൾ ആ കൊലുസ് ഊരി വെക്കുക, അല്ലെങ്കിൽ മറ്റേ കൊലുസ് കിട്ടിയിട്ട് രണ്ടും ജോഡിയോടുകൂടി ഇട്ടാൽ മതി. ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയായി ജനിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് സ്ത്രീ ശരീരത്തോട് ധർമ്മം പാലിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് സ്ത്രീയുടെ ശരീരമാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷെ മനസ്സിന് ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് അല്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്ത്രീകൾക്ക് ഫെമിനിൻ എനർജിയാണ് കൂടിയിരിക്കേണ്ടത്. മാസ്കുലിൻ എനർജി കൂടിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ സ്വഭാവമല്ല സ്ത്രീയായി ഇരുന്നുകൊണ്ട് കാണിക്കുക, പുരുഷന്റെ സ്വഭാവമായിരിക്കും ആ സ്ത്രീകൾക്ക് ഉണ്ടാവുക. അപ്പൊ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലില് കൊലുസിടുന്നത്. പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് വെള്ളി കൊലുസുകളാണ് നമ്മൾ ധരിച്ചിരുന്നത്. അപ്പൊ വെള്ളി എന്ന് പറയുന്നത് മൂണിന്റെ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇത് മൂൺ എനർജി നമ്മൾ എൻഹാൻസ് ചെയ്യും. അതിൽ കൂടി നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. പൈറേറ്റ് ആംഗ്ലറ്റ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ധരിക്കുക. ഒന്ന്, നിങ്ങളുടെ ജാതകത്തില് ശനി നല്ല സ്ഥാനത്താണ്. നിങ്ങൾക്ക് ശനിദോഷമില്ല, കണ്ടക ശനി, ഏഴര ശനി, അഷ്ടമ ശനി എന്ന് പറയുന്ന ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ധരിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തത്, നിങ്ങളുടെ ജാതകത്തിൽ മൂൺ നല്ല സ്ഥാനത്താണ്. മൂൺ വീക്ക് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈറേറ്റ് ധരിക്കുന്നതിൽ കൂടി വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ പൈറേറ്റ് ക്രിസ്റ്റലില് അയൺ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന്റെ കഴുത്തിന് മുകളിലുള്ള ഭാഗത്തെ, അതായത് തലഭാഗത്തെ സ്വർഗമായിട്ടും ഈ കഴുത്തിന് താഴോട്ട് അരക്കെട്ട് വരെയുള്ള ഭാഗത്തെ ഭൂമിയായിട്ടും ഈ അരക്കെട്ട് മുതൽ പാദം വരെയുള്ള ഭാഗത്തെ പാതാളമായിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അരക്കെട്ടിന് താഴോട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അത് നമ്മുടെ റൂട്ട് ചക്രയെയും സോളാർ പ്ലക്സസ് ചക്രയും എഫക്റ്റ് ചെയ്യും. ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ? നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.